സുഹൃത്തുക്കളെ, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത എപ്പിസോഡ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡാർക്ക് ചോക്ലേറ്റ് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഡാർക്ക് ചോക്ലേറ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, കുറച്ചും കൂടെ നമുക്ക് ഉള്ളിലേക്കൊന്ന് ഇറങ്ങാം. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഡാർക്ക് ചോക്ലേറ്റിൽ ഒരു മിനിമം എമൗണ്ട് പറയാവുന്നത് ഒരു 50 to 60, അത് വേണമെങ്കിൽ അപ് ടു 70 വരെ വരാം. അതാണ് സാധാരണ ഒരു ഡാർക്ക് ചോക്ലേറ്റിൽ വരുന്ന കൊക്കോൻ്റെ എമൗണ്ട്. ചില കേസുകളിൽ 85 തൊട്ട് 99 വരെ വരാം. അപ്പോൾ കൊക്കോ കൂടി വരും. അപ്പോൾ അതിന് ലാബിൽ ചെക്ക് ചെയ്യണം നമ്മൾ. ഇതിപ്പോൾ എൻ്റെ ലാബിൽ ഞാൻ കളഞ്ഞു, അവിടെ ചെക്ക് ചെയ്യാൻ പറ്റില്ല, ലാബിൽ അതിലുണ്ടാവും. ഇനി കൊക്കോ കൂടുമ്പോൾ, എമൗണ്ട് കൂടുമ്പോൾ അത് കുറേ കൂടെ കയ്പ്പ് രസം വരും. അതുപോലെ തന്നെ ഷുഗറും കറസ്പോണ്ടിങ് ആയിട്ട് കുറയും. ഇനി എന്തൊക്കെയാണ് സാധാരണ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാവുക മറ്റുള്ള ചോക്ലേറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഇതിൽ 3 ഇൻഗ്രീഡിയൻ്റാണ് പറയുക. 1 കൊക്കോ മാസ്, 2 കൊക്കോ ലിക്കർ, 3 കൊക്കോ ബീൻസ് സോളിഡ്സ് ആയിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ. ഷുഗർ കുറവായിരിക്കും. ഇനി ഇതിൻ്റെ ഏറ്റവും മിനിമം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഒരു ഹൈ ക്വാളിറ്റി ബാർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ കൊക്കോ മാസ് ഉണ്ട്, കൊക്കോ ബട്ടർ ഉണ്ട്, പിന്നെ ഷുഗർ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഷുഗർ കുറവായിരിക്കും, എന്നിരുന്നാലും ഷുഗർ ഉണ്ടാവും. വാനില അല്ലെങ്കിൽ സോയ ലെസിൻ അത് ഓപ്ഷനിലാണ്. വേറെ സബ്സ്റ്റൻസുകളൊന്നും ഇതിലുണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാൽ മിൽക്ക് സോളിഡ്സ് ഇല്ല, വെജിറ്റബിൾ ഓയിൽസ് ഇല്ല, ആനിമൽ ഫാറ്റ് ഇല്ല. അപ്പോൾ പ്യുവർ ചോക്ലേറ്റിൽ ഈ വക സാധനങ്ങളൊന്നും ഇല്ല ഈ ഡാർക്ക് ചോക്ലേറ്റിൽ. ഈ നല്ലൊരു ഡാർക്ക് ചോക്ലേറ്റ് ക്രിസ്പായിരിക്കും. ഇതിപ്പോൾ ഞാനത് പുറത്ത് വെച്ചിട്ട് കുറച്ച് നേരമായി പിടിക്കാനായിട്ട്. ഇപ്പോൾ ക്രിസ്പായിരിക്കും. എൻ്റെ കൈമയ്ക്ക് ആയി തുടങ്ങി, കണ്ടോ? ക്രിസ്പായിരിക്കും. അതുപോലെ അതിങ്ങനെ പൊട്ടി വരും പീസസ് ആയിട്ട്. പിന്നെ കുറച്ചും കൂടെ നമ്മൾ ചൂടുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊക്കെ ഒന്ന് സ്മൂത്താവും. ചിലപ്പോൾ ഒന്ന് വളയും, അല്ലെങ്കിൽ അത് വളയില്ല, പെട്ടെന്ന് ഉരുകും അത് ചൂടോടുകൂടി. ഇനി ഇതിൽ പറയാവുന്നൊരു കുഴപ്പമെന്ന് പറയാൻ പറ്റില്ല, കോസ്റ്റ് ഹൈ ആയിരിക്കും. അതാണ് ഇതിലൊരു ഡ്രോബാക്കായിട്ട് പറയാവുന്നത്. പക്ഷേ ഈ ഡാർക്ക് ചോക്ലേറ്റ് കുറേ കൂടെ പ്യുവറായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തായാലും ലാബിൽ നോക്കുക. അപ്പോൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രമേ ഡാർക്ക് ചോക്ലേറ്റിനെ കുറിച്ച്. എന്തായാലും നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിർത്തട്ടെ, മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.